ഞാവൽപ്പഴം പറഞ്ഞു കഴിഞ്ഞാൽ വനവാസകാലത്ത് ശ്രീരാമൻ 14 കൊല്ലവും കഴിച്ചിട്ടുണ്ടായിരുന്ന പഴങ്ങളാണ് ഞാവൽപ്പഴം. ഇനിയിപ്പോൾ അത് ഉണ്ടോ ഇല്ലയോ ഐതിഹ്യപ്രകാരം എന്തായാലും നമ്മുടെ അവയാറ് ഞാവൽപ്പഴത്തിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട്. സൊട്ടപ്പഴം വേണുമാ, സുടാത പഴം വേണുമാ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോ ഇന്ന് നമുക്ക് കുറച്ച് സുഹൃത്തുക്കൾ ഞാവൽപ്പഴം തന്നിട്ടുണ്ട്. ഉണ്ണിയാളെ അപ്പൊ എന്തായാലും മുത്തുമല പോയി വരുമ്പോഴാണ് ഞങ്ങൾക്കും ഞാവൽപ്പഴത്തിന് എറിയാനൊരു അവസരം കിട്ടിയത്. നമ്മുടെ സ്വന്തം വള്ളയക്കുളത്ത് വെച്ചിട്ട്. രോഹിണി നക്ഷത്രക്കാരന്റെ ജന്മനക്ഷത്ര വൃക്ഷം ഏതാണ് കേട്ട് കഴിഞ്ഞാൽ ഒരു ഉത്തരവുള്ളൂ, ഞാവള് എന്ന്. നമ്മുടെ ഞാറക്കാന്നൊക്കെ പല ഭാഗങ്ങളിലും പറയും. എന്തായാലും ഞാവള് പ്രമേഹത്തിന് വളരെ നല്ല ഒരു ഔഷധമാണ്. പിന്നെ തൊലിയും ഇലയും ഒക്കെ ഔഷധമായിട്ട് എടുക്കും. എറിഞ്ഞ് വീഴ്ത്തി തിന്നണം, അതിനാണ് ടേസ്റ്റ്. സത്യം പറഞ്ഞാൽ അബിയൊക്കെ എറിഞ്ഞിട്ട് ഒരു മണ്ണാൻ കട്ടിയും കിട്ടിയില്ല. പിന്നെ പ്രേമനറിനൊപ്പം ഒരു 4-5 കിട്ടി. കുട്ടികളുടെ ഇടയിൽ വഷളാകാണ്ട് അത് മായി തിന്നിട്ട് വന്നു. ഞങ്ങൾ പോയി വരുന്ന വഴിക്ക് നമ്മുടെ കൂടെ വിശ്വജിത്ത്, ആരുഷ്, പിന്നെ അശ്വിൻ, ഈ 3 ആൾക്കാരും പിന്നെ ഒരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു. ആള് വീട്ടിൽ പോയി. എന്തായാലും വള്ളയക്കുളത്ത് നിന്നിട്ട് ഞാവലും പഴം എറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിൽ കൂടി കുറച്ചു നേരം ഞങ്ങൾ എറിഞ്ഞു. അധികമൊന്നും കിട്ടിയില്ലെങ്കിലും ഒരു 10 പേരിന് നമ്മുടെ പൂതിക്ക് കിട്ടി, നൊസ്റ്റാൾജിയ. അപ്പൊ എന്തായാലും വെയിലത്ത് നിന്നിട്ട് കുറേ നേരം എറിഞ്ഞ പേർക്ക് ഒരുപാട് താങ്ക്സ്. വേറൊന്നുമില്ല, കുറച്ചു നേരമെങ്കിലും കുട്ടിക്കാലത്തേക്ക് കൂട്ടിയിട്ട് പോയല്ലോ. എന്തായാലും ശരി.